ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു പിക്ക് ആൻഡ് ഈറ്റ്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾ ഔത്തിൽ എഗ്ഗ് ബോണ്ട ആക്കി തിക്കുവാറ്. ಸೊ ಎಲ್ಲರೂ ವೆರೈಟಿಲಿ ಬೇರೆ ಬೇರೆ ಟೈಪ್ಲಿ ಹಾಕರಾರು. ಇಂದು ನಾನು ಹಾಕಿಯಲ್ಲಿ ಜಂಡ್ ಟೈಪ್ಲಿ ಎಗ್ಗ್ ಬೋಂಡ അറ്റ് വൺ ടൈം ഒരേ ടൈമിൽ നിങ്ങൾ രണ്ട് ടൈപ്പിൽ എഗ്ഗ് ബോണ്ട എങ്ങനെ ആക്കിയെടുക്കുക. ഈ ടൈപ്പിൽ നിങ്ങൾ എഗ്ഗ് ബോണ്ട ആറും ആക്കി തിക്കല്ലേ. ಸೊ ഇങ്ങനെ ആക്കി തോർക്ക ട്രൈ ആക്കി നോക്കൂ. ನಾನು ഒരു ബൗളിൽ 7 ടീസ്പൂൺ അത്ര കടലപ്പിട്ട് ആഡ് ആക്കിയിട്ടുള്ളേ. ഇപ്പം ഞങ്ങൾ ഇത് കൊറിയ മസാല എല്ലാം ആഡ് ആക്കിയಲ್ವ. ഇതിക്ക് ഹാഫ് ടീസ്പൂൺ അത്ര ഹോം മെയ്ഡ് ഗരം മസാല ആഡ് ആക്കിയോണ്ട്. ഹോം മെയ്ഡ് ഗരം മസാല ആഡ് ആക്കിയാൽ പിന്നെ രണ്ട് പിഞ്ചിരത്തര ಹಿಂಗೆ ಆ್ಯಡ್ ಹಾಕಿಲ್ವ. എന്ന് വെച്ചാൽ എഗ്ഗ് റെസിപ്പി ആക്കുന്നതിൽ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് എല്ലാം ಬಂದೆ ಬ್ಯಾಂಡ್ ಚಂತ ഒരു ഹാഫ് ടീസ്പൂൺ അത്ര ചാട്ട് മസാല ആഡ് ആക്കിയಲ್ವ. തെല്ല് ചട്പട്ട ടേസ്റ്റ് ആയിട്ട് പിന്നെ ഇതിക്ക് ഞങ്ങൾ വൈറ്റ് പെപ്പർ പൗഡർ ആഡ് ആക്കിയಲ್ವ. തെല്ല് സ്പൈസി ആയിട്ട് ഹാഫ് ടീസ്പൂൺ അത്ര ടർമറിക് പൗഡർ ആഡ് ആക്കിയಲ್ವ. നല്ല കളറും ಬಂದು പിന്നെ ടർമറിക് പൗഡർ ഹെൽത്തും നല്ല ഇക്കറ് അതായിട്ട് പിന്നെ ഇതിക്ക് ഇപ്പം ഞങ്ങൾ സ്പൈസി ആയിട്ട് ചില്ലി പൗഡർ ആഡ് ആക്കിയಲ್ವ. ನಾನಿവിടെ 1 ടീസ്പൂൺ അത്ര ചില്ലി പൗഡർ ആഡ് ആക്കിയോಳ್ದೆ. വൈറ്റ് പെപ്പർ പൗഡറും ഇട്ടರಲ್ಲಿ ಅದಕ್ಕಾಯ್ತು 1 ടീസ്പൂൺ അത്ര ഇട്ടോಳ್ದೆ. പിന്നെ നിങ്ങൾക്ക് തെല്ലി ಯಾರ ಖಾರ ಇಷ್ಟ നിങ്ങൾ ಯಾരും ആഡ് ആക്കുക നിങ്ങളുടെ ടേസ്റ്റ് പോലെ. പിന്നെ ഞങ്ങളുടെ സോൾട്ട് ഞങ്ങളുടെ ടേസ്റ്റിಗೆ അക്കോർഡിംഗ് സോൾട്ട് ആഡ് ആക്കിയിട്ട് എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസിനെ എല്ലാം ഒട്ടുകാക്കിയിട്ട് നല്ല ആക്കിയിട്ട് മിക്സ് ആക്കിയല്ലോന്നു. അതിൽ പിന്നെ ഇപ്പം ഞങ്ങൾ ഇതിൽ തെല്ല് തണ്ണി ആഡ് ആക്കിയിട്ട് ഇതിൽ നല്ല ബീറ്റ് ആക്കിയിട്ട് ഒരു ബാറ്റർ പ്രിപ്പയർ ആക്കി എടുത്തോളൂ. ചമ്മി തിന്നായിട്ട് ബാറ്റർ പ്രിപ്പയർ ആക്കോತೀರ, ചമ്മി തിക്കായിട്ടും ബാറ്റർ പ്രിപ്പയർ ആക്കോತೀರ. ബാറ്റർ ഒരു മീഡിയമിൽ ഇക്കോണു, ഒരു തിക്നെസ് അതിൽ ബാലൻസ് ആയിട്ട് ഇക്കോണു. എന്ന് വെച്ചാൽ എഗ്ഗ് ബോണ്ട ഡിപ്പാക്കി എടുക്കുമ്പോഴത്തേക്കും അത് കറക്റ്റായിട്ട് കോട്ടിങ് അവിടെ പോലെ ഇക്കോണു. ഇല്ലെങ്കിൽ അതിൽ തിന്നായിട്ടില്ലെങ്കിൽ ആ ബാറ്റർ എല്ലാം പോരായിട്ട് കീഴ് പോകുന്നു. ഞങ്ങൾ ഓയിൽಗೆ ഇടുമ്പോഴത്തേക്കും എഗ്ഗ് പാറുವ ಚಾನ್ಸಸ್ ಇಕ್ಕರು. ಅದಕ್ಕಾಯ್ತು ಇತರ ಥಿಕ್ನೆಸ್ ಆದರೆ ಕರೆಕ್ಟ್ ಆಯ್ತಿಕ್ರು. ಇದರ ഞങ്ങൾ ഇപ്പം സൈഡിಗೆ വെച്ച് കൊടുക്കുക. ഇവിടെ ഞാൻ രണ്ട് മീഡിയം സൈസിലെ പൊട്ടാറ്റോരെ നല്ല ആക്കിയിട്ട് ബോയിൽ ആക്കിയോണ്ട് ജസ്റ്റ് സോൾട്ട് ആഡ് ആക്കിയിട്ട് ഇത് ഞങ്ങൾ നല്ല ആക്കിയിട്ട് സോഫ്റ്റ് പോലെ അവിടെ പോലെ സ്മാഷ് ആക്കി എടുക്കുന്നു. ഒരു തെല്ലും ലംസ് ഇക്കോತೀರ. ലംസ് ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ കെട്ടുമ്പോഴത്തേക്ക് അത് അവിടെ സമത്തിൽ സ്റ്റിഫ് പോലെ ഒരേ പോലെ സ്മൂത്ത് ആയിട്ട് അതിക്ക് കോട്ടിങ് ಬಂದಿಲ್ಲ മസാലയിൽ. അതിലായിട്ട് സ്മൂത്ത് ആയിട്ട് ഞങ്ങൾ അതിനെ സ്മാഷ് ആക്കിയിട്ട് എടുത്തോളുക. എല്ലാ പൊട്ടാറ്റോരെ നല്ല ആക്കി സ്മാഷ് ആക്കിയിട്ട് ആയാൽ പിന്നെ ഇതിക്ക് ഞങ്ങൾ ഇപ്പം കൊറിയ മസാല എല്ലാം ആഡ് ആക്കിയಲ್ವ. ഇവിടെ ഞങ്ങളെ പൊട്ടാറ്റോ നല്ല സ്മൂത്ത് ആയിട്ട് സ്മാഷ് ആയിരു. ഇപ്പം ഇതിക്ക് ഞാൻ ഫൈൻ ചോപ്പായ കൊറിയാൻഡർ ലീവ്സും ഫൈൻ ആയിട്ട് ചോപ്പാക്കി ഓണിയൻ പിന്നെ തെല്ല് ഫൈൻ ആയിട്ട് ചോപ്പാക്കി കൊറിയാൻഡർ ലീവ്സ് ആഡ് ആക്കിയോണ്ട് ഇതിക്ക് ഞാനിപ്പം ഞങ്ങൾ ബാറ്റർ ആക്കുമ്പോൾ കിട്ടുന്നാലേ മസാല അതേ സെയിം ഇതിക്ക് റിപ്പീറ്റ് ആക്കിയിട്ടുള്ളേ. ഇതിൽ അഡീഷണൽ ആയിട്ട് ജീര പൗഡർ ആഡ് ആക്കിയിട്ടുള്ളേ. റോസ്റ്റ് ആക്കിയ ജീര പൗഡർ ഹാഫ് ടീസ്പൂൺ അത്ര ആഡ് ആക്കിയോണ്ട് പിന്നെ എല്ലാം സെയിം മസാല ഇതിക്ക് ആഡ് ആക്കിയിട്ട് ഞങ്ങൾ മിക്സ് ആക്കിയല്ലോന്നു. കയ്യിൽ നല്ല ആക്കിയിട്ട് സ്മൂത്ത് ആയിട്ട് അതിനെ മിക്സ് ആക്കി എടുത്തോളൂ. എന്ത് വെച്ചാൽ തെല്ലും ലംസിനെങ്കിൽ അതിൽ കയ്യിൽ സ്മാഷ് ആക്കിയിട്ട് സ്മൂത്ത് ആക്കി ഞങ്ങൾ സ്മാഷ് ആക്കിയിട്ട് അവർക്ക് തെല്ല് ടേസ്റ്റ് ആക്കി നോക്കൂ. നിങ്ങൾക്ക് ഉപ്പും കാരം എന്തും തെല്ല് ಯಾರಕ್ಕೆ ಒರಡಿ ಕಂಡೆಂಗೆ ಆ್ಯಡ್ ಹಾಕ್ಯಲ್ವ. ನಾವು ഇവിടെ നോക്കത്താകുമ്പോഴത്തേക്കും എല്ലാം കറക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇന്ന്. സോ ഇതിൽ ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ ഇതിലും തെല്ല് സൈഡിಗೆ എടുത്ത് വെച്ച് ಬಿಡ್ರೆ. ഇവിടെ ഞാൻ ഒരു 4 എഗ്ഗ് ബോയിൽ ആക്കി എടുത്തോണ്ട് 5 മിനിറ്റ്സിಗೆ ബോയിൽ ಆಕಿ എടുത്തെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടിക്കറ്. ಯಾರ ഞങ്ങൾ ಬೇಬಾಟಿ എടുത്തെങ്കിൽ അതിൽ പടുത്ത ഔട്ടർ വൈറ്റ് ലെയർ ഉണ്ടല്ലേ അത് റബ്ബർ പലാവරු. സോ 5 മിനിറ്റ്സ് കുക്കാക്കി എടുത്തിട്ട് ഇങ്ങനെ ഇതിൽ മിഡിലിൽ ഇങ്ങനെ ഹാഫ് കട്ടാക്കി എടുത്തോളുക. പിന്നെ ഞങ്ങൾ ഓയിലിലും ഇട്ടിട്ട് ಬೇಬಾಟುമ്പോഴത്തേക്കും 2-3 നിമിഷം കറക്റ്റായിട്ട് സോഫ്റ്റ് ആയിട്ട് ഉൾഗത്തിൽ സോഫ്റ്റ് ആയിക്കറ്. ഇല്ലെങ്കിൽ ഹാർഡ് ആവുള്ളൂ ಯಾರ കുക്കായെങ്കിൽ. ಅದಕ್ಕಾಯ್ತು ഇങ്ങനെ തെല്ല് 5 നിമിഷം ಬೇಬಾಟಿട്ട് ಎಲ್ಲ എഗ്ഗ് ഇങ്ങനെ ഹാഫ് പീസസിൽ കട്ടാക്കിയിട്ട് എടുത്തോണ്ട് ഹാഫ് പീസസിൽ കട്ടാക്കിയാൽ പിന്നെ ഞങ്ങൾ മസാല ആക്കി വെച്ചിരല്ലേ അതിൽ എടുത്തോളൂ.
അതിൽ എടുത്തോണ്ടിತ್ತು ഞങ്ങളെ ഒരു കയ്യിൽ ഒരു ചെറിയ മീഡിയം സൈസിലെ ബോൾസ് അവിടെ പല എടുത്തോണ്ടിತ್ತು അതിൽ ഫസ്റ്റ് ബോൾസ് കെട്ടിയുള്ളൂ ഞങ്ങൾക്ക് ഒരു അന്താജ് കയറ്റ് ഇങ്ങനെ ബോൾസ് കെട്ടിയാൽ പിന്നെ അതിൽ കയ്യിൽ ഇങ്ങനെ ഫ്ലാറ്റൻ ആക്കണം കബാബ് ഞങ്ങൾ ആക്കണല്ലേ അതേപോലെ ഫ്ലാറ്റൻ ആക്കിയിട്ട് ഈ എഗ്ഗിലെ ഹാഫ് പോർഷൻ്റെ അതിൽ ഫേസിങ് ഡൗൺ സൈഡ് ആക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതിലെ മസാലയിൽ ഫുള്ള് കവർ ആക്കണം ನಾನು ಅದಕ್ಕೈತಿ ನಿಂಗೆ ಚಂದರು ಪೊಟ್ಯಾಟೋರು ನಲ್ಲೇ ಸ್ಮೂತ್ ಆಯ್ತು ನಿಂಗೆ ಸ್ಮ್ಯಾಶ್ ಹಾಕರು ಸ್ಮೂತ್ ಆಯ್ತು ಹಾಕಿಂಗೆ ಇದ್ರೆ ಕೆಟ್ಟ ಮೊತ್ತ ಈಸಿ ಆಯ್ತು ಸ್ಮೂತ್ ಆಯ್ತು ಕವರ್ ಅವಡು ಲಮ್ಸ್ ಇನ್ನಂಗೆ ಅಂದ್ರೆ ಅವಡು ಅದು അവിടെ പീസസ് എല്ലാം ഇങ്ങനെ ലംസിൽ കട്ടായിട്ട് പൂളിൻ്റെ ചാൻസസ് സിക്കറ് ಅದಕ್ಕೈತೆ ಸ್ಮೂತ್ ಆಯ್ತು ಹಾಕಿಂಗೆ ഇങ്ങനെ ನಿಂಗೆ ಕೆಟ್ಟ ಮೊತ್ತಗೂ ഒരു ഡോറെ പല ഈ പൊട്ടാറ്റോറെ സ്മാഷ് ആക്കിയದ್ರ മസാಲೆ ഡോറെ പല കവർ ಹಾಕೋ ಈಸಿ ಅವರು ಇದು ಪಲೆ ഞങ്ങൾ എല്ലാ എഗ്ഗിനെ ഞങ്ങൾ ഇതേ പല ಹಾಕಿತ್ತು കവർ ആക്കിയിട്ട് എടുത്തോളൂ ನಾನು ಇದು ಒಂದು ನಿಂಗೆ ಹಾಕಿ ಕಾಟ್ರೆ പിന്നെ ബാക്കിയുള്ളതെല്ലാം ആക്കിയാൽ പിന്നെ നിಂಗೆ ನಾನು കാട്ടി തണ്ടേ ഇങ്ങനെ ഞാൻ ബാക്കിയുടെ എല്ലാ എഗ്ഗിരെ ചോപ്സ് ആക്കുകയായിട്ട് റെഡി ആക്കിയോണ്ട്ರೆ ഒരു എഗ്ഗിരെ മാത്രം ഞാനിങ്ങനെ കട്ടാക്കിയിട്ട് വെച്ചോണ്ട്ರೆ ഇത് ഞാൻ രണ്ട് ടൈപ്പിലാക്കി കാട്ടിച്ചൊന്നರಲ್ಲಿ ಅದಕ್ಕಾಯ್ತು ഇതിലെ എഗ്ഗിരെ യോക്ക് ഉണ്ടല്ലേ യെല്ലോ പാർട്ട് ഉണ്ടല്ലേ അതിൽ ഞങ്ങൾ എടുത്തോളൂ പത്തുക ഇതിൽ ഞങ്ങൾ ഇപ്പം കൊറിയ മസാലയും തെല്ല ചോപ്പാക്കി വെച്ച് ഞങ്ങൾ അതിಗೆ ആഡ് ആക്കിന്നാൽ അതേപോലെ ഇതിക്കും ഞങ്ങൾ കൊറിയെല്ലാം ആഡ് ആക്കിയಲ್ವ ഇതിಗೆ ഫൈനായിട്ട് ചോപ്പാക്കി ഓണിയനും കൊറിയാൻഡർ ലീവ്സും ಕರಿ ಲೀವ್ಸ್ ಆ್ಯಡ್ ಹಾಕಿಯಲ್ವಾ ನಂಗೆ ಸ್ಟಫ್ ಹಾಕಿತ್ತು വെച്ചದ್ರೆ സൈഡിൽ വെച്ച് ಕೊಡುವ ബാക്കി ഇതിലെಲ್ಲ ഇതിಗೆ ആഡ് ആക്കിയിട്ട് ഇതിಗೆ കൊറിയ മസാല എല്ലാം ഞങ്ങൾ ആഡ് ആക്കിയല്ലോನು ഇതും നിങ്ങൾ ಹಾಕೋಮತ್ತಿಗೂ ಜಾಗ್ರತೆಯಲ್ಲಿ ಹಾಕೋನು ಇದ್ರ ಫಿಲ್ಲಿಂಗ್ ಕರೆಕ್ಟ್ ಆಯ್ತಿല്ലെങ്കിൽ എഗ്ഗ് നിങ്ങൾക്ക് ഫ്രൈ ആക്കുമ്പോൾ പാറ് ചാൻസസ് സിക്ക് ಅದಕ್ಕಾಯ್ತು ഇപ്പം ഇതിಗೆ ನಾನು ಸೇಮ್ അത് കിട്ടുന്നില്ലേ മസാല അതേ എല്ലാം ഇവിടെ ജഞ്ചണ്ട് പിഞ്ചർ ಹತ್ರ ಆ್ಯಡ್ ಹಾಕಿಂಟುಳ್ಳೆ എന്ന് വെച്ചാൽ ನಾವು ಒಂದು ಎಗ್ಗನ್ನು ನಿಂಗೆ ಹಾಕಿ ಕಾಟಿಂಟುಳ್ಳೆ ಅದಕ್ಕಾಯ್ತು ಎಲ್ಲವೂ ಮಸಾಲೆ ഞങ്ങൾ ഇവിടെ ജഞ്ചണ്ട് പിഞ്ചിൽ ആഡ് ആക്കിയോളൂ പിന്നെ കൈയുടെ മദത്തിൽ ഇതിനെ നല്ലാക്കിയിട്ട് മിക്സ് ആക്കി എടുത്തോളുക നല്ലാക്കിയിട്ട് മിക്സ് ആക്കിയാൽ പിന്നെ ഓർക്ക ടേസ്റ്റ് ആക്കി നോക്കൊരു സോൾട്ട് കാരെല്ലാം സമ ഉണ്ടായിട്ട് ഇപ്പം എഗ്ഗിരെ ವೈಟ್ ಪೋರ್ಷನ್ಗಿದ್ರೆ ರೀಫಿಲ್ ಹಾಕಿಯೋಲೋನು ಫಿಲ್ ಹಾಕುಮೊತ್ತಗೂ ಕರೆಕ್ಟ್ ಆಯ್ತು ಪ್ರೆಸ್ ಹಾಕಿಯೋಂಟಾದ್ರೆ ಫಿಲ್ ಹಾಕಿಯೋಲೋನು ಇಲ್ಲಂಗೆ ಎಡೆ ಇನ್ನೆಂಗೆ ನಂಗೆ ಡೀಪ್ ಫ್ರೈ ಹಾಕೋ ಇದ್ರಲ್ಲಿ ಅಪ್ಪ ಆಯಿಲ್ ಅದ್ರೆ ಎಗ್ಗರೆ ವೈಟ್ಗೆ ತಾಗಿತ್ತು ಅದು ಎಗ್ ಪಾರೆ ಚಾನ್ಸಸ್ ಸಿಕ್ಕರು ಸೊ ಕರೆಕ್ಟ್ ಆಯ್ತು ಕವರ್ ಆಯ್ತು ಪ್ರೆಸ್ ಹಾಕಿತ್ತಾದ್ರೆ ಕರೆಕ್ಟ್ ಫಿಲ್ ಹಾಕೋನು ಸೊ ഞങ്ങളെ എല്ലാ എഗ്ഗ് ബോണ്ടവും എഗ്ഗ് ചോപ്സും എല്ലാം റെഡി ആയിട്ട് ഉണ്ട് ഇപ്പം ഞങ്ങൾ ആക്കി വെച്ച ബാറ്റർ ഉണ്ടല്ലേ അതിൽ ഡിപ്പാക്കിയിട്ട് കറക്റ്റ് ആയിട്ട് കോട്ടാക്കിയിട്ട് അതിലെ മീഡിയം ഫ്ലെയിമിൽ ನಾನು ಆಯಿಲ್ ಹೀಟ್ ಹಾಕಿಕೊಂಡ್ರೆ ಅದಕ್ಕೆ ಮೆಲ್ಲೆ ಮೆಲ್ಲೆಮೇ ಬಿಡೋರು ಆಯಿಲಲ್ಲಿ ಇಡೋ ಮತ್ತು ಕೈಯೆಲ್ಲ ಜಾಗ್ರತೆ ಹಾಕರು ಮಕ್ಕಳೆಲ್ಲ ಇನ್ನಿಂಗ್ ಮಕ್ಕಳೆಲ್ಲ ತೆಲ್ ದೂರ ಕಟ್ತರು അങ്ങനെ സ്റ്റേ അവേ ആക്കുക ചൊല്ലോರು ഇല്ലെങ്കിൽ എഗ്ഗ് എപ്പം ബൈ മിസ്റ്റേക്ക്ലി പാരിയെങ്കും അത് ചെമ്മ റിസ്കി ആയിത്തേക്കറ് അത് കഴിത്ത് സോ കറക്റ്റ് ഗോൾഡൻ കളർ ആയ പിന്നെ 4 to 5 minutes ഉൾഗമി ഞങ്ങൾ എഗ്ഗ് ബോണ്ട പിന്നെ എഗ്ഗ് ചോപ്സ് റെഡി ആയിത്താവರು എന്നുവെച്ചാൽ ഉൾഗത്തെ എല്ലാ മസാലയും എല്ലാം കുക്കായി തിക്കറ് ജസ്റ്റ് പർത്തെ കോട്ടിംഗ് ഉള്ള ബാറ്റർ മാത്രം ഞങ്ങൾക്ക് കുക്കാക്കുക ഇക്കറ് ಸೊ എല്ലാം അതേപോലെ ആക്കിയിട്ട് ഞാനിപ്പോൾ ചോപ്സും കവർ ആക്കിയിട്ട് ഇട്ടോണ്ടുള്ളേ കറക്റ്റ് ആയിട്ട് അതിൻ്റെ ബാറ്റർ സമ കവർ ആക്കിയിട്ട് മെല്ലമേ ഓയിലിಗೆ ഇട്ടിട്ട് എല്ലാം ആക്കിയിട്ട് എടുത്തോളുವ ഇതുപോലെ എല്ലാം ഗോൾഡൻ കളർ അവിടെ പോലെ ಫ್ರೈ ಹಾಕಿ ಇರ್ತಲ್ವ ಜಂಡು ಸೈಡು ಆದರೆ ಟರ್ನ್ ಹಾಕ್ಯಂಟು ಫ್ಲಿಪ್ ಹಾಕ್ಯಂಟು ഒരേ പല ഈക്വൽ ആയിട്ട് വേവാറ്റി എടുക്കണം ഗോൾഡൻ കളർ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അതിൽ എടുത്ത് വിടണം ഈ റെസിപ്പിയിൽ നിങ്ങൾ ഈവനിങ് സ്നാക്സ് പോലെ തിന്നുക പിന്നെ നിങ്ങൾ ഔട്ടിൽ മാരേജ് ഫങ്ഷൻ ബ്രൈഡ് ടു ബി പിന്നെ ബർത്ത്ഡേ പാർട്ടീസ് എല്ലാം ആക്കാറുണ്ടായി സെലിബ്രേറ്റ് ആക്കാറങ്ങ ഇന്നെങ്കിൽ അങ്ങക്ക് ഈവനിങ് സ്നാക്സ് പോലെ ആ ഫങ്ഷನ್ಗೆ പിന്നെ ಗೆಸ್ಟ್ ಆರು ಬಂದಿಂಗ್ അങ്ങಗೆಲ್ಲ ಹಾಕಿದ್ದು കൊടുക്കുക ಬೇಗಮೇ അവിടെ ഒരു റെസിപ്പി ആയിത്തേക്ക് പിന്നെ ಮ್ಯಾರೇಜ್ ಆಯ್ತು ನಿಂಗೆ ಪುದಿಯಾಂಪ್ಲೆ ಬಂಡೆ ತಾಲತ್ಗೆಲ್ಲ ಹಾಕಿದ್ದೆಲ್ಲ ಬೇಕಾ ಇದ್ರ ಫೈನಲ್ ಲುಕ್ ನಿಂಗೆ ನೋಡ್ಕೊಂಬತ್ತಿಗೂ ಕರೆಕ್ಟ್ ಆಯ್ತು
പോലത്താവും അത്തരം നോക്കുകയും ചന്തೈತಿക്കറ തിന്നുകയും അതേപോലെ ഡിലീഷ്യസ് ആയിത്തിക്കറ യമ്മി ആയിത്തിക്കറ മക്കളെല്ലാം നല്ല ലൈക്ക് ആക്കിയിട്ട് തിന്നറാറ് പിന്നെ എഗ്ഗറದಲ್ಲಿ നല്ല ഹെൽത്തിയും മിക്കറ് ഈസിയും ഉണ്ട് നമുക്ക് വേഗം ആക്കിയെടുക്കാല്ലേ അത് കഴിത്ത് പിന്നെ ഇതിന് നിങ്ങൾ സോസിൽ മയനൈസിൽ ചട്നിയിൽ പിന്നെ എന്തും ഇല്ലെങ്കിൽ ഇങ്ങനെയും നിങ്ങൾ സെർവ് ആക്കാം കൂടെ നിങ്ങൾ എഗ്ഗ് ചോപ്സും റെഡി ആയിര് എഗ്ഗ് ബോണ്ടവും റെഡി ആയിര് നല്ല ഗോൾഡൻ കളർ ಬಂದ ಬರ್ತದೆ നിങ്ങൾ ഇത് എടുത്തിട്ട് സൈഡിൽ വെച്ച് കൊടുക്കും അതിൽ എക്സസ് ഓയിലെല്ലാം പോയാൽ പിന്നെ ഡിഷ് ഔട്ട് ആക്കുക അതേപോലെ ബാക്കി വലിയത്രയും ഞങ്ങൾ സെയിം അതേപോലെ റിപ്പീറ്റ് ആക്കിയിട്ട് ഫ്രൈ ആക്കിയിട്ട് എല്ലാം എടുത്തോളുക പിന്നെ ഇന്ന് ഇൻഷാല്ല ബീഗമി നോമ്പെല്ലാം വന്നിട്ട് നോമ്പിലെ ടൈമിലെല്ലാം നല്ല ഇബാദത്താക്കിയിട്ട് ഞങ്ങളും നിങ്ങളെല്ലാ ദുവത്തിലും ഇൻക്ലൂഡ് ആകും നല്ല കൈക്കാൽക്ക് സുഖത്തുക പിന്നെ നല്ല ഹയാത്തികം പിന്നെ എല്ലാവരുടെ ഹാപ്പിനെസ്സും മങ്ങിലാവാത്തങ്ങനെ ಅಂಗೆಲ್ಲ ಬೇಗ ಮങ്ങിಲಾವು ಹುಷಾರಿല്ലാത്തങ്ങനെ അങ്ങെല്ലാം ಬೇಗ ಹುಷಾರಾവുಗೆಲ್ಲ ദ്വാർക്കു റിസ്ക് ആയിട്ടെല്ലാം ദ്വാർക്കു പിന്നെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ലൈക്ക് ആയിട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആക്കൂ ഷെയർ ആക്കൂ കമൻറ്റ് ആക്കൂ നല്ല പിന്നെ എൻ്റെ ചാനൽ പിക്കാനായിട്ട് സബ്സ്ക്രൈബ് ആക്കാത്തങ്ങനെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആക്കൂ ഇൻഷാല്ല റംസാനിലും ഈ റെസിപ്പിയിൽ നിങ്ങൾക്ക് ആക്കിയിട്ട് നിങ്ങളെ സ്പെഷ്യൽ നിങ്ങളെ നോമ്പ് തുറപ്പാട്ട് ഫംഗ്ഷൻ എല്ലാം നല്ലതാക്കാം പിന്നെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിത്തിക്കൊണ്ട് ഞാൻ വിചാരിக்கிறேன் ഇതിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾ നോക്കൂ സോ രണ്ട് ടൈപ്പിൽ ഇങ്ങനെ രണ്ട് വെറൈറ്റി ആയിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ അത് അതിലെ ലെയേഴ്സും ഇങ്ങനെ ചന്തായിട്ട് കാണുന്നുണ്ട് സോ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിത്തിക്കൊണ്ട് വിചാരിக்கிறேன் ആയത്തിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയോട്ടും ഷെയർ ആക്കൂ സബ്സ്ക്രൈബ് ആക്കാത്തങ്ങനെ പ്ലീസ് സബ്സ്ക്രൈബ് ആക്കൂ സബ്സ്ക്രൈബ് ആക്കുക മറക്കണ്ട ലൈക്ക് ആക്കൂ ഷെയർ ആക്കൂ താങ്ക് യു ഫോർ വാച്ചിങ്